Hi guys. So in this video we are going to discuss about the poem The Piece of Wild Things by Wendell Berry. നമ്മൾ വെൻഡൽ ബെറി എന്ന് പറയുന്ന ഒരു അമേരിക്കൻ റൈറ്റർ എഴുതിയിട്ടുള്ള ഒരു നേച്ചർ പോയത്തെ കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോയിട്ടുള്ളത്. ഈ പോയം എന്ന് പറയുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി FIUG ഫസ്റ്റ് സെമസ്റ്റർ സയൻസ് AC സയൻസിൽ വരുന്ന ഒരു പോയമാണ്. സോ വെൻ വി ഡിസ്കസ് അബൌട്ട് ദിസ് പോയം, ദ റൈറ്റർ ഓഫ് ദിസ് പോയം is Wendell Berry, who is an American, who is a naturalist, and he was also a farmer. So he gave importance to agriculture and his writing abilities. സോ ഈ പോയം നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ വി അണ്ടർസ്റ്റാൻഡ് ദ കണക്ഷൻ ബിറ്റ്വീൻ ഹ്യൂമൻസ് ആൻഡ് നേച്ചർ. എത്രത്തോളമാണ് ഹ്യൂമൻസും നേച്ചറും തമ്മിൽ ബന്ധപ്പെട്ടിരിക്കുന്നത്, അല്ലെങ്കിൽ കണക്ഷൻ ഉള്ളത് എത്രത്തോളം ഡീപ്പായിട്ടുള്ളതാണ്, എങ്ങനെയാണ് ഹ്യൂമൻസിനെ നേച്ചർ ഒരു വിഷാദമായിട്ടിരിക്കുന്ന സമയത്ത് അതിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് എങ്ങനെയൊക്കെയാണ് നമ്മൾ നേച്ചർ സഹായിക്കുന്നത് തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിൽ പറയുന്നത്. നേച്ചർ ഹാസ് ദ പവർ ടു ഹീൽ. നമുക്ക് എന്ത് ചെയ്യാനുണ്ട്, നമ്മളെ ഹീൽ ചെയ്യാനുള്ള കഴിവ് നേച്ചറിനുണ്ട് എന്നാണ് പറയുന്നത്. സോ വെൻ വി ലുക്ക് ഇൻ ടു ദിസ് പോയം വി അണ്ടർസ്റ്റാൻഡ് ഇറ്റ് ഡീപ്ലി. നമുക്കത് ഡീപ്പായിട്ട് തന്നെ മനസ്സിലാവും. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ പോയത്തിൽ പറയുന്ന നറേറ്റർ he was suffering from internal trauma. ഇന്റേണലായിട്ട് കുറേ പ്രശ്നങ്ങളുള്ള ഒരാളായിരുന്നു. പക്ഷേ he find his peace from nature, and looking at the nature he finds his peace. ഇപ്പോൾ പുറത്ത് നോക്കിക്കൊണ്ട് നമ്മളുടെ പ്രകൃതിയിൽ നോക്കിക്കൊണ്ട് എന്ത് ചെയ്യണം, മൂപ്പരുടെ സമാധാനം കണ്ടെത്തുന്നതാണ് ഈ പോയത്തിൻ്റെ ഇൻസൈഡായിട്ട് വരുന്ന ഒരു സമ്മറി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ വെൻഡൽ ബെറിനെ കുറിച്ച് വായിക്കുകയാണെങ്കിൽ കുറച്ച് ഫേമസ് വർക്ക്സ് പറയുകയാണെന്നുണ്ടെങ്കിൽ ദ ബ്രോക്കൺ ഗ്രൗണ്ട് ഇൻ 1964, ദ ടിംബേർഡ് സ്ക്വയർ, സബാത്ത് പോയംസ് ഇൻ 2002, ദ സെലക്ടഡ് പോയംസ് ഓഫ് വെൻഡൽ ബെറി ഇൻ 1957. സോ നമ്മൾ നേച്ചറിൽ ഇറങ്ങി നിന്നിട്ട് നമ്മൾ സമാധാനം കണ്ടെത്തുന്നതിനെ കുറിച്ചിട്ട് ആൻഡ് ദ കണക്ഷൻ ബിറ്റ്വീൻ ഹ്യൂമൻസ് ആൻഡ് നേച്ചർ ഈ ഡിസ്കസ്ഡ് ഇൻ ദിസ് പോയം ദ പീസ് ഓഫ് വൈൽഡ് തിങ്സ്. നമുക്ക് സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന, ഈസിലി എക്സ്പ്ലെയിനബിൾ ആവുന്ന ഒരു പോയമാണ് പറയാനുള്ളത്. മെയിനായിട്ട് തീം എന്ന് പറയുന്നത് തന്നെ മനുഷ്യനും നേച്ചറും തമ്മിലുള്ള കണക്ഷൻ, അല്ലെങ്കിൽ ദ ബോണ്ട് ബിറ്റ്വീൻ ഹ്യൂമൻ ആൻഡ് നേച്ചർ. സോ ലെറ്റ്സ് മൂവ് ഇൻ ടു ദ പോയം. When despair for the world grows in me, and I wake in the night at the least sound, in fear of what my life and my children's lives may be. When despair for the world grows in me. So, in the night when I am sleeping, the despair for the world and the despair of my life grows in my dreams. എന്ത് ചെയ്യാണ്, രാത്രി ഇങ്ങനെ കിടക്കുമ്പോൾ ചുമ്മാ ഇരിക്കുമ്പോൾ എന്ത് ചെയ്യാണ്, മൂപ്പരുടെ മനസ്സിൽ ഫ്യൂച്ചറിനെ കുറിച്ചുള്ള നിരാശകൾ ഇങ്ങനെ കടന്നു വരണം. ഫ്യൂച്ചറിനെ കുറിച്ച് ആലോചിച്ച് എന്ത് ചെയ്യണം, കാട് കയറി എന്തോ തരത്തിലുള്ളൊരു നിരാശയിൽ ആരെത്തുന്നുണ്ട്, നമ്മളുടെ നറേറ്റർ എത്തുന്നുണ്ട്. ആൻഡ് ഐ വേക്ക് ഇൻ ദ നൈറ്റ് അറ്റ് ദ ലീസ്റ്റ് സൗണ്ട് ഇൻ ഫിയർ ഓഫ് വാട്ട് മൈ ലൈഫ് ആൻഡ് മൈ ചിൽഡ്രൻസ് ലൈഫ് മേ ബി. വിദ്യാറുണ്ട്, രാത്രി ഉറക്കത്തിൽ ഉറങ്ങുന്ന സമയത്ത് ഞെട്ടി എണീക്കാറുണ്ട്. എന്ത് പേടിച്ചിട്ടാണ്, എന്തായിരിക്കും എൻ്റെ മക്കളുടെ ഭാവി, എൻ്റെ ഭാവി എന്തായിരിക്കും, എൻ്റെ മക്കളുടെ എഡ്യൂക്കേഷൻ എന്തായിരിക്കും, അവരെങ്ങനെയാണ് ഫ്യൂച്ചറിൽ ജീവിക്കാൻ പോകുന്നത് എന്നൊക്കെ ആലോചിച്ചിട്ട് ഞാൻ എന്ത് ചെയ്യാറുണ്ട്, രാത്രി കിടക്കുമ്പോഴും ചുമ്മാ ഇരിക്കുമ്പോഴൊക്കെ ഞെട്ടി എണീക്കാറുണ്ട്. അതേപോലെ തന്നെ പേടിക്കാറുണ്ട്. ചുമ്മാ ഇരുന്ന് ആലോചിച്ചിട്ട് അവരുടെ ഭാവിയെക്കുറിച്ചും അവരുടെ എഡ്യൂക്കേഷനെ കുറിച്ചും അവരുടെ ജോബിനെ കുറിച്ചൊക്കെ ആലോചിച്ച് എന്ത് ചെയ്യാറുണ്ട്, ഞാൻ വെറുതെ ഇരുന്ന് പേടിക്കാറുണ്ട്, അല്ലെങ്കിൽ ടെൻഷൻ അടിക്കാറുണ്ട്. ഓക്കെ, ഐ ഗോ ആൻഡ് ലൈ ഡൗൺ where the wood drake rests in his beauty on the water and the great heron feeds. എന്ത് ചെയ്യാറുണ്ട്, ഇങ്ങനെ ടെൻഷൻ അടിച്ച് കഴിഞ്ഞാൽ എൻ്റെ ഭാവിയെക്കുറിച്ചും മക്കളുടെ ഭാവിയൊക്കെ കുറിച്ച് ടെൻഷൻ അടിക്കുമ്പോൾ ഞാൻ എന്താ ചെയ്യാറ്, എനിക്ക് സമാധാനം കണ്ടെത്താൻ വേണ്ടിയിട്ട് ഐ ഗോ ആൻഡ് ലൈ ഡൗൺ വേർ ദ വുഡ് ഡ്രേക്ക്. ഡ്രേക്ക് മീൻസ് എ മെയിൽ ഡക്ക്. ഒരു ആൺ താറാവിനെയാണ് എന്ത് പറയുന്നത്, ഡ്രേക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുമ്പോൾ ഇത്രയും കാര്യങ്ങൾ ആലോചിച്ച്, ഇല്ലാത്ത കാര്യങ്ങൾ ആലോചിച്ച് ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കും. ഇല്ലാത്ത കാര്യങ്ങളല്ല, ഇപ്പം നടക്കാത്ത ഫ്യൂച്ചറിൽ നടക്കുന്ന കാര്യങ്ങളായിരിക്കാം മേ ബി. അപ്പോൾ ഇതൊക്കെ ആലോചിച്ച് ഇങ്ങനെ ടെൻഷൻ അടിക്കുമ്പോൾ ഞാൻ എന്ത് ചെയ്യാറുണ്ട്, സമാധാനം കണ്ടെത്താൻ വേണ്ടിയിട്ട് ഇതൊക്കെ മറന്നിട്ട് ഒരു മിനിറ്റ് ഇതൊക്കെ മറക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാറുണ്ട്, എൻ്റെ വീടിനടുത്തുള്ള വുഡ് ഡ്രേക്കിൻ്റെ താറാവിൻ്റെ അടുത്ത് പോയിരിക്കാറുണ്ട്. മരം കൊണ്ടുണ്ടാക്കിയ ഒരു താറാവിൻ്റെ അടുത്ത് പോയിരിക്കാറുണ്ട്. റെസ്റ്റ് ഇൻ ഹിസ് ബ്യൂട്ടി ഓൺ ദ വാട്ടർ ആൻഡ് ദ ഗ്രേറ്റ് ഹെറോൺ ഫീഡ്സ്. എന്ത് ചെയ്യാറുണ്ട്, അതിൻ്റെ അടുത്ത് പോയിട്ട്, ആ താറാവിൻ്റെ വുഡ് ഡ്രേക്കിൻ്റെ അടുത്ത് പോയിട്ട് അതിൻ്റെ ബ്യൂട്ടി ആസ്വദിക്കാറുണ്ട്. ആൻഡ് ദ ഗ്രേറ്റ് ഹെറോൺ ഈസ് എ ലാർജ് ബേർഡ് വിത്ത് ലോങ് ഹെഡ്സ്. നമ്മൾ
അരയന്നം അല്ലെങ്കിൽ കൊക്ക് എന്നൊക്കെ പറയാറില്ല, അരയന്നത്തിന്റെ പോലെയുള്ള ഒരു വെള്ളക്കൊക്ക് എന്ന് പറയും. വെള്ളക്കൊക്ക് എന്നാണ് ആക്ച്വലി പറയുന്നത്. അതിന്റെ അടുത്തിരുന്ന് പോയി എന്ത് ചെയ്യാറുണ്ട്, അതൊക്കെ ആസ്വദിക്കാറുണ്ട്, അതിന്റെ ഭംഗി കണ്ടിട്ട് ആസ്വദിക്കാറുണ്ട്. എന്താണ്, ദിസ് ഇസ് ഓൾ പാർട്ട് ഓഫ് നേച്ചർ. ഈ അരയൻ എന്ന് പറയുന്നത്, കൊക്ക് എന്നൊക്കെ പറയുന്നത് എന്താണ്, പ്രകൃതിയുടെ ഭാഗമാണ്. എത്രത്തോളം സുന്ദരമാണത്. നമ്മളിങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, പ്രകൃതിയെ പോയെന്ന് ആശ്വസിക്കുക. അതേപോലെ നറേറ്റർ എന്ത് ചെയ്യാണ്, ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുമ്പോൾ കുറച്ച് സമാധാനത്തിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാണ്, ആ വുഡ് റേക്കിന്റെ അതേപോലെ തന്നെ നമ്മളുടെ ഹെറോൺ ഫീഡ്സിന്റെ ഹെറോണിന്റെ അടുത്തേക്കും പോകുന്നുണ്ട്. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, അതിന് ഭക്ഷണമൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു നമ്മളുടെ പോയറ്റ്. ഐ കം ഇൻ ടു ദ പീസ് ഓഫ് ഓൾ തിങ്സ് ഹു ഡു നോട്ട് ടാക്സ് എ ലൈഫ് വിത്ത് ത്രൂ ഫോർ തോട്ട് ഓഫ് ഗ്രീഫ്. അപ്പൊ പറയുന്നുണ്ട്, ഐ കം ഇൻ ടു ദ പീസ് ഓഫ് ഓൾ തിങ്സ് ടു ഫൈൻഡ് ഔട്ട് പീസ്. ഞാൻ സമാധാനം കണ്ടെത്താൻ വേണ്ടിയിട്ട്, ഞാൻ സമാധാനം ഓൾറെഡി നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഈ പോയ സമാധാനം തിരിച്ചു കണ്ടെത്താൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യാറുണ്ട്, ഈ താറാവിൻ്റെയും അതേപോലെ തന്നെ ഈ ഹെറോണിൻ്റെ ഒക്കെ അടുത്ത് കുറച്ചു നേരം വന്നിരിക്കാറുണ്ട്. അവർക്ക് എന്ത് ചെയ്യേണ്ട, അവരുടെ ജീവിതത്തിൽ മനുഷ്യന്മാരടയ്ക്കുന്ന പോലെ ടാക്സുകളോ പേയ്മെൻറ്റുകളോ അല്ലെങ്കിൽ സഫറിങ്സോ ഒന്നും ചെയ്യേണ്ടതില്ല. ബിക്കോസ് ദേ ആർ പാർട്ട് ഓഫ് ദി നേച്ചർ. അവർക്ക് എന്ത് ചെയ്യേണ്ട, ടാക്സ് അടയ്ക്കേണ്ട, ജീവിക്കുന്നതിന് അവരുടെ ഭക്ഷണത്തിന് പൈസ കൊടുക്കണ്ട. ഇതൊക്കെ ആരാ ചെയ്യുന്നത്, ഹ്യൂമൻസ് അവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കുന്നുണ്ട്, ഇല്ലേ? അവർക്ക് ഇതിനെക്കുറിച്ചൊന്നും വരിയുടെ ആലോചിക്കേണ്ട. ഗ്രീഫ് മീൻസ് പെയിൻ ഇൻ ഹിസ് heart about thinking about his future. I come into the presence of still water and I feel above me the day blind stars waiting for their light. എന്നിട്ട് എന്ത് ചെയ്യും, അതിൻ്റെ തൊട്ടടുത്തുള്ള ഒരു വെള്ളം കെട്ടി നിൽക്കുന്ന സ്ഥലമുണ്ട്. വെള്ളം കെട്ടി നിന്നിട്ട് അനങ്ങാതെ നിൽക്കുന്ന വെള്ളം, സ്റ്റിൽ വാട്ടർ, അനങ്ങാതെ നിൽക്കുന്ന വെള്ളം, അവിടേക്ക് വരും. എന്നിട്ട് എന്ത് ചെയ്യും, ആൻഡ് ഐ ഫീൽ above me the day blind stars waiting with their light. എന്നിട്ട് എന്ത് ചെയ്യും, രാത്രിയാവാൻ വേണ്ടി കാത്തിരിക്കുന്ന മേഘങ്ങൾക്ക് പിന്നിൽ ഈ അതിൻ്റെ മുകളിൽ താമസിച്ചിരിക്കുന്ന അങ്ങനെ മറിഞ്ഞിരിക്കുന്ന നക്ഷത്രങ്ങളെ കുറിച്ച് ആലോചിക്കാറുണ്ട്. എന്നിട്ട് അവരെ കുറിച്ച് ചിന്തിക്കാറുണ്ട്. അവരെന്ത് ചെയ്യാണ്, രാത്രിയായാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, അവരെ വെളിച്ചം നമുക്ക് കാണാൻ പറ്റുള്ളൂ. പകൽ സമയങ്ങളിൽ നക്ഷത്രങ്ങളെ നമുക്ക് കാണാൻ പറ്റില്ല. എന്ത് ചെയ്യും, അവര് സൂര്യന് പിന്നിൽ മറഞ്ഞിരിക്കുകയാണ്. ബട്ട് വെൻ ദ സൺ ഗോസ് ആൻഡ് വെൻ ദ നൈറ്റ് കംസ് വി ക്യാൻ സീ ദ ലൈറ്റ് ഓഫ് ദ സ്റ്റാർസ്. അതേപോലെയാണ് ഹ്യൂമൻസിൻ്റെ അവസ്ഥയും എന്നാണ് നമ്മളുടെ പോയറ്റ് പറയുന്നത്. അതെന്താണ്, ഡേ ലൈറ്റിൽ നമുക്ക് സ്റ്റാർസിനെ കാണാൻ പറ്റില്ല, പക്ഷേ നൈറ്റിൽ എന്ത് കാണാം, അതിൻ്റെ റിഫ്ലക്ഷൻ നമുക്ക് വളരെ ഡീപ്പായിട്ട് കാണാൻ പറ്റും. ഫോർ എ ടൈം ഐ റെസ്റ്റ് ഇൻ ദ ഗ്രേസ് ഓഫ് ദ വേൾഡ് ആൻഡ് ഐ ആം ഫ്രീ. സോ സ്പീക്കർ പറയുന്നുണ്ട്, For a time I rest in the grace of the world and I am free. Now the peace I am feeling. ഇപ്പം ഞാൻ കണ്ടെത്തുന്ന ഗ്രേസ് അല്ലെങ്കിൽ സമാധാനം എന്ന് പറയുന്നത് എന്താണ്, കുറച്ച് നേരത്തേക്ക് മാത്രം നിൽക്കുന്നതാണ്. കുറച്ച് നേരം കഴിഞ്ഞാൽ ഈ സമാധാനവും കടന്നു പോകും. അപ്പം ഞാൻ എന്താവും, ഫ്രീ ആയി മാറും. ഓക്കെ, ഒരു ഇൻ ദ സെൻസ് നമുക്ക് ഇതിനെ ഒരു ഡെത്ത് ആയിട്ട് കൊനോട്ടേറ്റ് ചെയ്യുന്ന പോലെ തോന്നാം. അല്ലെങ്കിൽ എന്ത് ചെയ്യാം, ആ നേച്ചറിനോട് നിലനിൽക്കുന്ന അല്ലെങ്കിൽ നേച്ചറിനോട് സംസാരിക്കുന്ന സമയത്ത് മാത്രമാണ് എന്ത് ചെയ്യുന്നത്, നമ്മളുടെ ഓതർക്ക് കുറച്ച് സമാധാനം കിട്ടുന്നത്. പക്ഷെ എന്ത് ചെയ്യും, കുറച്ച് കഴിഞ്ഞാൽ ഈ സമാധാനവും കടന്നു പോകും. അപ്പം എന്ത് ചെയ്യും, പഴയ കാര്യങ്ങളൊക്കെ വീണ്ടും വീണ്ടും ഓർമ്മ വരും. ആൻഡ് ഐ ആം ഫ്രീ. അപ്പം ഞാൻ എന്താവും, ഒരു ഫ്രീ മാൻ ആയിട്ട് മാറുമെന്നാണ് ഈ പോയത്തിൽ പറയുന്നത്. സോ ഈ നമുക്ക് ഓവറോൾ ഐഡിയ നോക്കിക്കഴിഞ്ഞാൽ, സമാധാനം പോയിരിക്കുന്ന ഒരു മനുഷ്യൻ ഓരോ കാര്യങ്ങൾ ആലോചിച്ചിട്ട്, ജീവിതത്തിൽ ഓരോ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ചിട്ട് സമാധാനം നഷ്ടപ്പെട്ട ഒരു മനുഷ്യൻ എന്ത് ചെയ്യാണ്, നേച്ചറിൻ്റെ അടുത്ത് പോയിട്ട് താങ്കളുടെ നഷ്ടപ്പെട്ട സമാധാനം തിരിച്ചു കണ്ടെത്തുകയാണ്. ഓക്കെ, അപ്പോൾ അതും പറയുന്നുണ്ട്, ഇപ്പോൾ ഈ കണ്ടെത്തിയ സമാധാനം എന്ന് പറയുന്നത് ലിമിറ്റഡ് മാത്രമാണ്, ലിമിറ്റഡ് ടൈം മാത്രമേ നിലനിൽക്കുന്നുള്ളൂ. പഴയ അവസ്ഥയിലേക്ക് ഞാൻ വീണ്ടും പോവും. പക്ഷേ അത് എന്താണ്, ഒരു ത്രൂ ഔട്ട് പ്രോസസ്സാണ്. അപ്പോൾ ഞാൻ എന്താവും, ഒരു ഫ്രീ ആളായിട്ട് മാറുമെന്നാണ് നമ്മുടെ നറേറ്റർ ഈ പോയത്തിലൂടെ പറയുന്നത്. സോ നമ്മളൊരു ഓവറോൾ ഐഡിയ നോക്കിക്കഴിഞ്ഞാൽ, ഹ്യൂമൻസിൽ നേച്ചർ എന്ന അല്ലെങ്കിൽ പ്രകൃതി എന്ന കാര്യത്തിൻ്റെ ഇമ്പോർട്ടൻസ് ആണ് ഈ പോയത്തിൽ മെയിനായിട്ട് പറയുന്നത്. ഓക്കെ, ദാറ്റ്സ് ഓൾ അബൌട്ട് ദ പോയം. താങ്ക് യു.